വളരെ തന്ത്രപരമായ സ്ട്രാറ്റജിയാണ് മിഷൻ 26 UDF ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് ആണ് ഇതിൻ്റെ ചാമ്പ്യന്മാർ. അവർ പരമാവധി UDFിലെ ഘടകകക്ഷികളെയും പറ്റുമെങ്കിൽ വ്യക്തികളെയും കൊണ്ടുവരിക. ആടി ഒലഞ്ഞു നിൽക്കുന്നവരെ, അത് ഏത് പരിപാടിയിൽ ആടി ഒലഞ്ഞു നിന്നാലും അവരെ കൂടെ കൊണ്ടുവരിക. അതിൻ്റെ പരീക്ഷണങ്ങളാണ്. ആദ്യം അവരെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുക. സുധാകരനെ വിളിച്ച് KPCCയുടെ പരിപാടി പങ്കെടുപ്പിക്കുന്നു, പ്രിയദർശിനി ബുക്സിൻ്റെ പബ്ലിക്കേഷനിൽ പങ്കെടുപ്പിക്കുന്നു. അങ്ങനെ സുധാകരന് പറയുന്ന വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതിന് ഭയങ്കര സംഭവം. G സുധാകരനെ വിളിച്ച് അങ്ങനെ ഒരു പരിപാടി. ഇപ്പോഴിതാ നമ്മുടെ PK ശശിയെ വിളിച്ചുകൊണ്ട്, അതായത് ശകലം പിണങ്ങി നിൽക്കുന്ന ആളുകളെയൊക്കെയാണ് വിളിക്കുന്നത്. ശകലം സീതിവാരനെ വിളിച്ചായിരുന്നു. സീതിവാരനെ കോൺഗ്രസ്സുകാർ പല പരിപാടിക്കും വിളിച്ചായിരുന്നു. അതുപോലെ പിണങ്ങി നിൽക്കുന്ന PK ശശിയെ വിളിച്ച് ഇന്നലെ അവിടെ നമ്മുടെ പാലക്കാട് തന്നെ ഒരു നഗരസഭയുടെ ഉദ്ഘാടനത്തിന്, ആയുർവേദ ആശുപത്രി ഉദ്ഘാടനത്തിന് PK ശശിയും പങ്കെടുത്തു. അദ്ദേഹമാണെങ്കിൽ കൈത്തറി ഉടുപ്പ്, വെള്ള കൈത്തറി ഉടുപ്പ് ഇട്ടുകൊണ്ട് പോയി. അപ്പോൾ അത് കതറിട്ടൂടെ, കാതിട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകൾ നടന്നപ്പോൾ ഇന്നിപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ, VK ശ്രീകണ്ഠൻ MP, പാലക്കാട് MP അടുത്ത വെടിപൊട്ടിച്ചു. രണ്ട് കൈ നീട്ടി സ്വാഗതം സ്വാഗതം. ആർക്ക്? PK ശശിക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതം. PK ശശി നേരത്തെ തന്നെ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തിയും ഒരു കേസുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഇങ്ങനെ ഉടക്കി നിന്നു. അപ്പോഴും കോൺഗ്രസ്സുകാർ ശ്രമിച്ചതാണ്. പക്ഷെ പിന്നെ ആ സ്ത്രീയുമായിട്ടൊക്കെ അത് പാർട്ടിക്കാർ സ്ത്രീ തന്നെ ആയതുകൊണ്ട് പിന്നെ അത് കോംപ്രമൈസായി സെറ്റായി ഇറങ്ങിപ്പോയി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വീണ്ടും PK ശശി വലിയ ചർച്ചയായിട്ടുണ്ട്. VK ശ്രീകണ്ഠൻ PK ശശിയുടെ ചർച്ചയിൽ ഒരു VK ശ്രീകണ്ഠൻ, പിയും ബിയും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഒരു നമ്മുടെ ശ്രീകണ്ഠൻ അവരെ VK ശ്രീകണ്ഠൻ വിളിച്ചിരിക്കുകയാണ്. കോൺഗ്രസിലേക്ക് സ്വാഗതം. അത് മെമ്പർഷിപ്പ് എടുത്ത് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയും ആരെ കൊണ്ടുപോയും 2026 പിടിച്ചിരിക്കും. അതിന് ശശി എങ്കിൽ ശശി, സൂസി എങ്കിൽ സൂസി, ദാമോദരൻ ആരാന്നൊന്നുമില്ല, ജോസ് എങ്കിൽ ജോസ്, ആരെ കിട്ടിയാലും UDF ഏറ്റെടുക്കും. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയെ കിട്ടി, അവർ ഏറ്റെടുത്തു. ജമാഅത്ത് ഇസ്ലാമി അവർ ഏറ്റെടുത്തു. അതിലും യാതൊരു തത്വദീക്ഷയും വേണ്ട, അതിൻ്റെ ഒന്നും വിഷയമല്ല. നമുക്ക് ഭരണം വേണം 2026. അപ്പോൾ എന്തായാലും 9 വർഷം ഭരണമില്ലാതെ നിന്നു. നമുക്ക് ഇനി അത് പറ്റത്തില്ല, ഭരണം വേണം. അതുകൊണ്ട് തന്നെ ആര് വന്നാലും, അത് മതേതരമാവട്ടെ, മതമില്ലാത്തവരാവട്ടെ, മതമുള്ള ജീവനാവട്ടെ, ഏത് ജീവനായാലും വോട്ടുണ്ടോ നമ്മുടെ കൂടെ വരണം. അത് പ്രസ്ഥാനമായിട്ട് വന്നാൽ, മാണി ഗ്രൂപ്പിൻ്റെ ആയിട്ട് വന്നാൽ കുഴപ്പമില്ല, RJD ആയിട്ട് വരട്ടെ, ശ്രേയംസ് കുമാർ വരട്ടെ, എല്ലാവരും വരട്ടെ. അതുപോലെ PK ശശിയെ പോലുള്ള വ്യക്തികളും വരട്ടെ. എന്തായാലും ശ്രീകണ്ഠൻ പൊട്ടിച്ചിരിക്കുന്നത് വലിയ ബോംബാണ്. ആ ബോംബിൽ പൊട്ടിച്ചിതറുമോ PK ശശി? ഈ കെണിയിൽ വീഴുമോ? ഈ മാമ്പഴം പൂക്കുമോ എന്നുള്ളതാണ് UDF ക്യാമ്പുകളിലെ വലിയ വർത്തമാനം. PK ശശിയെ നിരീക്ഷിക്കാൻ LDFും CPMും അമേരിക്കൻ ചാരസംഘടനയെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. അവരിവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ശശിയുടെ ഓരോ മൂവ്മെൻറ്റും ശ്രദ്ധിക്കാൻ അനുനിമിഷം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് തിരുവാതിരയും ഞാറ്റുവേലയും എല്ലാം നടത്തി ഇദ്ദേഹത്തിന് PK ശശിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാനുള്ള ആരവം അവിടെ മുഴങ്ങുന്നു.